ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ CPM ഗാനം ആലപിച്ചതിൽ പ്രതിഷേധം ശക്തം. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലാണ് തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വേദിയിൽ പാർട്ടി ഗാനം ആലപിച്ചത്. പാട്ടിനൊപ്പം സ്ക്രീനിൽ DYFI പതാകകളും CPM ചിഹ്നവും പ്രദർശിപ്പിച്ചിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവത്കരിക്കുന്നതിന്റെ ഉദാഹരണമാണ് നാം കണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ മാർച്ച് 2 മുതൽ 16 വരെ നടക്കുന്ന തിരുവാതിര മഹോത്സവത്തിനിടെയാണ് സംഭവം. 9ാം ഉത്സവ ദിവസം വൈകിട്ടാണ് ക്ഷേത്രത്തിലെ വേദിയിൽ CPM ഗാനങ്ങളുമായി സംഗീത പരിപാടി അവതരിപ്പിച്ചത്. പാട്ടിനൊപ്പം സ്ക്രീനിൽ തെളിഞ്ഞത് പാർട്ടി പതാകയും ചിഹ്നവുമായിരുന്നു. അന്നേ ദിവസം രാവിലെ മുതൽ നടന്ന ഭാഗവത പാരായണത്തിന് ശേഷം വൈകുന്നേരം സംഗീത പരിപാടി നടക്കുമെന്ന് നോട്ടീസിലുമുണ്ടായിരുന്നു. ഇടതുപക്ഷ സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗാനാലാപനത്തിന് ശേഷം പാർട്ടി ഗാനം പാടിയ വ്യക്തിക്ക് ഉത്സവ കമ്മിറ്റിയുടെ വക ഉപഹാരവുമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പൊങ്കാല ദിനത്തിൽ ഉദ്ഘാടന പരിപാടിക്ക് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും എത്തിയിരുന്നു. രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കരുത് എന്ന ഹൈക്കോടതി വിധി പ്രകാരം ഇതേ ക്ഷേത്രത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് മുൻപ് മാറ്റേണ്ടി വന്നത്. അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി ഗാനം ആലപിച്ചത്. സംഭവം പ്രചരിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വിഷയത്തിൽ ദേവസ്വം ബോർഡ് അധികൃതർ മറുപടി പറയണമെന്നും ക്ഷേത്രാങ്കണം പാർട്ടി വേദിയാക്കിയതിൽ നടപടി വേണമെന്നുമാണ് ആവശ്യം. ജനം, കൊല്ലം.